ഇസ്രയേലും ലെബനനും വെടിനിർത്തൽ ധാരണ അംഗീകരിച്ചതായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ലെബനൻ പ്രസിഡന്റ് ജോസഫ് ഔണും ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവുമായി ഫോണിൽ സംസാരിച്ചതായും ട്രംപ് സമൂഹമാധ്യമത്തിൽ കുറിച്ചു. നാളെ പുലർച്ചെ ഇന്ത്യൻ സമയം 3:30 മുതൽ വെടിനിർത്തൽ നടപ്പിൽ വരും. വിവരങ്ങളുമായി ഐസൺ ജോസ് ചേർന്നു. ഐസൺ, ഇപ്പോൾ ഒരു സമാധാനത്തിന്റെ വാർത്തയാണ് പുറത്തേക്ക് വരുന്നത്. ഇസ്രയേലും ലെബനനും തമ്മിൽ ഒരു ധാരണ അംഗീകരിച്ചതായി ട്രംപാണ് ഇപ്പോൾ വ്യക്തമാക്കുന്നത്. എന്തൊക്കെയാണ് വിവരങ്ങൾ? അമൽ, ഇപ്പോൾ ട്രംപ് വിശദീകരിച്ച തൻ്റെ ട്രൂത്ത് സോഷ്യലിലെ സമൂഹമാധ്യമ കുറിപ്പിൽ അദ്ദേഹം വളരെ കൃത്യമായി എഴുതിയിരിക്കുന്നത് ജോസഫ് ഔണും, അതായത് ലെബനൻ പ്രസിഡന്റ് ജോസഫ് ഔണും പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവുമായി കൂടിക്കാഴ്ച നടത്തി ഫോണിൽ സംസാരിച്ചു. ആ ഫോണിൽ സംസാരിച്ചതിന് ശേഷം ഒരു അന്തിമ തീരുമാനത്തിലെത്തുകയും ആ അന്തിമ തീരുമാനത്തിലെത്തിയതിൻ്റെ ഭാഗമായി ഇന്ത്യൻ സമയം നാളെ പുലർച്ചെ 3:30 വെടിനിർത്തൽ നടപ്പിൽ വരികയും ചെയ്യുമെന്നാണ് ട്രംപ് സമൂഹമാധ്യമ കുറിപ്പിലൂടെ അറിയിച്ചിരിക്കുന്നത്. 10 ദിവസത്തെ വെടിനിർത്തലിനാണ് ധാരണയായിരിക്കുന്നത്. ഈ വെടിനിർത്തൽ ധാരണ അടിസ്ഥാനപരമായി ഈ രണ്ട് നേതാക്കളും സംസാരിക്കുന്നത് 34 വർഷത്തിന് ശേഷമാണെന്നും ട്രംപ് സമൂഹമാധ്യമത്തിൽ കുറിക്കുന്നുണ്ട്. ഇത് സംബന്ധിച്ച ചില സൂചനകൾ നാളെ ഇത്തരത്തിലുള്ള ചർച്ചകൾ നടക്കാൻ പോകുന്നു എന്ന രീതിയിലുള്ള റിപ്പോർട്ടുകളെല്ലാം തന്നെ, അല്ലെങ്കിൽ ഈ സമൂഹമാധ്യമ പോസ്റ്റുകളെല്ലാം തന്നെ ഇക്കഴിഞ്ഞ ദിവസം ട്രംപ് നൽകുകയും ചെയ്തിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ഈ നടപടി ഉണ്ടായിരിക്കുന്നതായി റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്, അല്ലെങ്കിൽ ഔദ്യോഗികമായി തന്നെ ട്രംപ് സ്ഥിരീകരിക്കുകയും ചെയ്യുന്നത്. നമുക്കറിയാവുന്നതാണ്, ഹിസ്ബുള്ളയെ നിരായുധീകരിക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് ഈ വെടിനിർത്തൽ ധാരണ നടപ്പാക്കുന്നത്. നമുക്ക് നേരത്തെ അറിയാവുന്നതാണ്, ഇറാനെതിരെ അതിശക്തമായ ആക്രമണം നടത്തുമ്പോൾ ഹിസ്ബുള്ളയുടെ ഭാഗത്തു നിന്ന് ശക്തമായ ഒരു പ്രതികരണം ഇസ്രയേലിനെതിരെ ഉണ്ടാവുകയും ഇസ്രയേൽ അതിശക്തമായ ആക്രമണം തിരിച്ച് ഹിസ്ബുള്ളയ്ക്കെതിരെ നടത്തുകയും ചെയ്തിരുന്നു. ഈ ഹിസ്ബുള്ളയ്ക്കെതിരെ നടക്കുന്ന ആക്രമണങ്ങൾക്ക് പിന്നാലെയാണ് ഈ വെടിനിർത്തലിലേക്കുള്ള നീക്കങ്ങൾ മുന്നോട്ട് വരികയും ചെയ്തത്. അല്പസമയം മുമ്പാണ് വെടിനിർത്തൽ ധാരണയിലെത്തുന്നത് സംബന്ധിച്ച ചില നീക്കങ്ങൾ IDFൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നു എന്ന റിപ്പോർട്ടുകളും പുറത്തു വരുന്നത്. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ വെടിനിർത്തൽ പ്രഖ്യാപിക്കുകയും ചെയ്തിരിക്കുന്നത്. നാളെ 3:30 വെടിനിർത്തൽ നടപ്പിൽ വരികയും ചെയ്യും. ഹിസ്ബുള്ളയെ നിരായുധീകരിക്കുക എന്നതിൻ്റെ ലക്ഷ്യമാണ് പ്രധാനമായുമുള്ളത്. ഹിസ്ബുള്ളയെ നിരായുധീകരിക്കുന്നതിന് വേണ്ടിയുള്ള ലക്ഷ്യം നേടുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ അത് നടപ്പാക്കുന്നതിന് വേണ്ടി നേരിട്ടുള്ള ചർച്ചകളാകാമെന്ന് ഇസ്രയേൽ ലെബനനുമായി നേരിട്ടുള്ള ചർച്ചകളാകാം, ലെബനനിലെ വ്യവസ്ഥാപിത സർക്കാരുമായി നേരിട്ടുള്ള ചർച്ചകളാകാമെന്ന് അറിയിക്കുകയും ചെയ്തിരുന്നു. ഏറ്റവും പ്രധാനപ്പെട്ടത്, ഇറാൻ US സംഘർഷത്തിൻ്റെ സാഹചര്യത്തിൽ അതിന് മധ്യസ്ഥം വഹിച്ചത് പാകിസ്ഥാനാണെങ്കിൽ പാകിസ്ഥാനെ ആവശ്യമില്ല തങ്ങൾക്ക് മധ്യസ്ഥരായി എന്ന് കൃത്യമായി പറഞ്ഞതിന് ശേഷമാണ് ഈ ലെബനനുമായുള്ള സമാധാന ചർച്ചയിലേക്ക് ഇസ്രയേൽ നീങ്ങിയത് എന്നതും ശ്രദ്ധേയമാണ്. യെസ് അമൽ.